നമസ്കാരം. റഫായിലേക്ക് സൈനിക നീക്കം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. 72 മണിക്കൂറിനകം വെടിനിർത്തൽ സംബന്ധിച്ച് ധാരണ ആയിട്ടില്ലെങ്കിൽ സൈന്യം അടിയന്തരമായി തന്നെ റഫായിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വെടിനിർത്തലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈജിപ്ത് തലസ്ഥാനമായ കെയ്റോയിലും മറ്റും നടക്കുന്ന സംഭാഷണങ്ങളിൽ ഇസ്രായേൽ പ്രതിനിധികളും ഹമാസ് പ്രതിനിധികളും ഒക്കെ തന്നെ പങ്കെടുക്കുന്നുണ്ട്. എങ്കിൽ പോലും ഹമാസിൻ്റെ നിലപാടുകൾ ഇപ്പോഴും സംശയാസ്പദമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് റഫായിലേക്ക് ഒരു സൈനിക നീക്കം നടത്താൻ ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഇതിനായി ടാങ്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ആയുധ സന്നാഹങ്ങളും അവിടെ അതിർത്തിയിൽ ഒരുക്കി കഴിഞ്ഞതായിട്ടാണ് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ സൈനികരോടും ജാഗരൂകരായിരിക്കാനും ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും 72 മണിക്കൂർ കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും റഫായിലേക്ക് സൈന്യം കടന്നു കയറും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. റഫായിൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികളാണ് ഇപ്പോഴുള്ളത്. ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചതിന് ശേഷമായിരിക്കും ആക്രമണം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഒരു പരിധിവരെ മാത്രമേ ഇവരെ നിന്ന് ഒഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇവരെങ്ങനെ പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിനോ മറ്റ് അധികൃതർക്കോ ആർക്കും തന്നെ കൃത്യമായ രൂപവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇസ്രായേൽ സൈന്യം റഫായിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയാണെങ്കിൽ, ഒപ്പം ഹമാസ് അവരെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൻതോതിൽ ആൾനാശമുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക, ഹമാസിൻ്റെ പ്രധാന നേതാക്കളെ ജീവനോടെ അല്ലാതെ പിടികൂടുക, ഇവരുടെ ഭൂഗർഭ തുരങ്കങ്ങൾ തകർക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കണമെങ്കിൽ റഫായിലെ അവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ സൈനിക നടപടി നടത്തേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. യാഹ്യ സിൻവർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പലരും ഇവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ളതും ഇസ്രായേലിനറിയാം. ഈ മേഖലയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ തന്നെയാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് എന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് റഫായിലെ സൈനിക നടപടി ഇത്രയും കുറ്റമറ്റതായ രീതിയിൽ ശക്തമായി തന്നെ നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചതും ഇവിടെ ശക്തമായ തോതിൽ ആക്രമണം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇസ്രായേൽ നേരത്തെ പൂർത്തിയാക്കിയതും സൈനികരോട് ഒരുങ്ങിയിരിക്കാൻ നിർദ്ദേശം നൽകിയതും. ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഒരു അഭിമാനത്തിൻ്റെ പോരാട്ടമാണ്. കാരണം 6 മാസങ്ങൾക്ക് മുമ്പ് തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി തങ്ങളുടെ നാട്ടുകാരെ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയ നിരവധി പേരെ വധിക്കുകയൊക്കെ ചെയ്ത ഹമാസിനെ ഇനിയും കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് അന്തർദേശീയ തലത്തിൽ തന്നെ തങ്ങൾക്ക് നാണക്കേടാകും എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ റഫായിൽ തന്നെ കടന്നു കയറി ആക്രമണം നടത്താനും തുടർന്നും ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള ആ ഗാസയിലെ ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കാനുമുള്ള തീരുമാനം ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത്. അതേസമയം ഹമാസ് ആകട്ടെ തങ്ങൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന ആളുകളെ, ബന്ദികളെ അവരെ ഉപയോഗിച്ചാണ്, അവരെ പരിചയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിനെ നേരിടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസവും നടന്ന വെടിനിർത്തൽ കരാർ ചർച്ചകളിലൊക്കെ തന്നെ ഈ ബന്ദികളെ വിട്ട് നൽകുന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുകയാണ്. 40 ബന്ദികളെ അടിയന്തരമായി വിട്ടേക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരിൽ പലരും വൃദ്ധരും രോഗികളും കുട്ടികളുമൊക്കെയാണ്, സ്ത്രീകളുമുണ്ട്. അതിന് പകരം തങ്ങൾ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന പാലസ്തീൻ തടവുകാരെ വിട്ടയക്കാം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. പക്ഷേ ഇവിടെ ഒരു വിഷയം ഉദിക്കുന്നത്, ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന പല പാലസ്തീൻ ഭീകരന്മാരും കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് എന്നുള്ളതാണ്. എങ്കിലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി, അതായത് തങ്ങളുടെ നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ അവരെ വിട്ടയക്കാൻ പോലും ഇസ്രായേൽ തയ്യാറാണ്. എന്നാൽ ഹമാസ് ആകട്ടെ ഓരോ ദിവസവും പുതിയ പുതിയ വ്യവസ്ഥകൾ മുന്നോട്ട് വെച്ചാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഏതായാലും 48 മുതൽ 72 മണിക്കൂർ വരെ കാത്തിരിക്കാൻ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം തീരുമാനിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശക്തമായ സൈനിക നടപടി ആരംഭിക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ സമ്പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്.